മേടമാസപ്പുലരി വിഷുപ്പുലരി. മേടമാസപ്പുലരി മേടമാസപ്പുലരി വിഷുപ്പുലരി. ഇക്കം കാണിക്കുന്ന ചിരിക്കുമെന്ന ഇക്കം കാണിക്കുന്ന ചിരിക്കുമെന്ന കണിപ്പുലരി. ഇക്കം കാണിക്കുന്ന ചിരിക്കുമെന്ന കണിപ്പുലരി. കണി കാണാൻ വായോ, വിഷുക്കണി കാണാൻ വായോ. ഈ വീഡിയോ ആദ്യവസാനം കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളത്തിലെ പ്രശസ്ത കവി വൈലോപ്പിള്ളിൽ ശ്രീധരമേനോൻ രചിച്ച ഹൃദയസ്പർശിയായ വിഷുക്കണി എന്ന കവിതയാണ്. വിഷുവിൻ്റെ പ്രഭാത സൗന്ദര്യവും ബാല്യസ്മരണകളും അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ഈ കവിത ഒരു സാധാരണ ആഘോഷ വിവരണം മാത്രമല്ല, അമ്മയുടെ കൈപിടിച്ച് വിഷുക്കണി കാണാൻ പോകുന്ന ഒരു ബാലൻ്റെ ആനന്ദത്തിനൊപ്പം സമൂഹത്തിലെ ദാരിദ്ര്യവും അസമത്വവും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമൃദ്ധി എല്ലാവർക്കും ലഭിക്കണമെന്ന മാനവിക സന്ദേശമാണ് ഈ കവിതയുടെ ആത്മാവ്. വിഷുക്കണി എന്ന ആചാരത്തിൻ്റെ പിന്നിലെ സാംസ്കാരിക മൂല്യങ്ങളും മനുഷ്യസ്നേഹവും ഈ പാഠഭാഗം നമ്മിലേക്ക് എത്തിക്കുന്നു. ഈ വീഡിയോയിൽ കവിതയുടെ ആശയം, സൗന്ദര്യം, സന്ദേശം എന്നിവ ലളിതമായി പരിചയപ്പെടാം. വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഏറ്റവും മനോഹരമായ, അതായത് ഒരു സ്വർണവർണ്ണമുള്ള കാഴ്ച കണ്ട് താങ്കൾ ഉറക്കമുണരുന്നതായി ഒന്ന് സങ്കൽപ്പിക്കുക. ആ വർഷത്തെ ഏറ്റവും ഐശ്വര്യപൂർണമായ നിമിഷം. പക്ഷെ തൊട്ടടുത്ത നിമിഷം താങ്കൾ തിരിച്ചറിയുകയാണ് ആ സൗന്ദര്യത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം പൂർണ്ണമായും കൃത്രിമമാണെന്ന്. അതെ, അതൊരു വലിയ മിഥ്യാബോധമാണെന്ന വലിയൊരു തിരിച്ചറിവ്. കനിവോടോ വിഷുക്കണി എന്ന പേരിൽ വൈലോപ്പിള്ളിൽ 3 കവിതകൾ രചിച്ചിട്ടുണ്ട്. മകരക്കൊയ്ത്ത്, കൈപ്പവല്ലതി, വിട എന്നിങ്ങനെ 3 കാവ്യസമാഹാരങ്ങളിലായിട്ടാണ് ഈ കവിതകളുള്ളത്. മകരക്കൊയ്ത്ത് എന്ന സമാഹാരത്തിലെ വിഷുക്കണി എന്ന കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. കനകക്കിങ്ങിണി വളക്കൈ മോതിരം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഈ കവിത കൈപ്പവല്ലതി എന്ന കാവ്യസമാഹാരത്തിലുള്ളതാണ്. ഏതു ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വിട എന്ന കാവ്യസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള വിഷുക്കണിയാണ് 10ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ളത്. വിഷുവിനെ സംബന്ധിച്ച ഐതിഹ്യങ്ങൾ പലതാണ്. അതിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്. കൃഷ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു ബാലനുണ്ടായിരുന്നു. അവന് ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ: എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം, കണ്ണനോടൊപ്പം കളിക്കണം. അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം കൊണ്ട് അവൻ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഉണ്ണിക്കണ്ണ, നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്താണ് എനിക്ക് വേണ്ടത് എന്നാണ് ആ ബാലൻ കണ്ണീരോടെ മറുപടി പറഞ്ഞത്. ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ കൃഷ്ണൻ തൻ്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം അവന് സമ്മാനമായി നൽകി. സന്തോഷം കൊണ്ട് മതിമറന്ന ബാലൻ
എനിക്ക് കണ്ണൻ തന്ന സമ്മാനം കണ്ടോ എന്ന് പറഞ്ഞു പലരെയും ആ അരപ്പട്ട കാണിച്ചു. ആരും അവനെ വിശ്വസിച്ചില്ല. അടുത്ത ദിവസം തൊട്ടടുത്ത കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണന്റെ അരയിലെ അരപ്പട്ട കാണാതായത് ശ്രദ്ധിച്ചു. ആ വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പറന്നു. പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി. ആളുകൾ തന്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ തല്ലി അരപ്പട്ട പിടിച്ചുവാങ്ങി വലിച്ചെറിഞ്ഞു. അരപ്പട്ട ഒരു കൊന്ന മരത്തിൽ കുടുങ്ങി. മരം പെട്ടെന്ന് മഞ്ഞ പൂക്കൾ വിരിഞ്ഞു നിറഞ്ഞു ശോഭനമായി. ഈ മരമാണ് കണിക്കൊന്ന എന്നറിയപ്പെടാൻ തുടങ്ങി. കണിക്കൊന്ന പൂത്ത ആ ദിവസമാണ് വിഷു. വിഷുവിനെ കണി കാണുക എന്നത് ഒരു പുണ്യമായി കേരളീയർ കാണുന്നുണ്ട്. ഉറക്കത്തിൽ നിന്നും കുട്ടികളെ ഉണർത്തി കണ്ണു തുറക്കാൻ അനുവദിക്കാതെ ഒരുക്കി വച്ചിരിക്കുന്ന വിഷുക്കണിയുടെ മുന്നിൽ മുതിർന്നവർ കൂട്ടിക്കൊണ്ടുപോയി കണി കാണിക്കുന്ന ചടങ്ങാണ് വിഷുക്കണി കാണൽ. ഇവിടെ കവിയെ അമ്മ വിഷുക്കണി കാണാൻ കൂട്ടിക്കൊണ്ടുപോയി. തൊട്ടുണർത്തി കൊണ്ടമ്മ കണി കാണുവാൻ വരൂ, കൺ തുറക്കാതെ കുട്ട. വിഷു എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് വർഷത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. കവിതയുടെ തുടക്കം തന്നെ വളരെ പരിചിതമായ ഒരു ഗൃഹാതുരത്വത്തോടെയാണല്ലോ. അതിരാവിലെ അമ്മ സ്നേഹത്തോടെ വന്ന് കുട്ടിയെ വിളിക്കുന്നു, കണി കാണുവാൻ വരൂ, കൺ തുറക്കാതെ കുട്ടായെന്ന്. അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് വളരെ പതുക്കെ ആ കുട്ടി നടക്കുകയാണ്. ഈ കവിത കേവലം ഒരു ഉത്സവത്തെ വർണ്ണിക്കുകയല്ല ചെയ്യുന്നത്. ആഘോഷം എന്ന സങ്കല്പത്തെ തന്നെ അത് നിഷ്കരണം പൊളിച്ചെഴുതുകയാണ്. അടച്ചുപൂട്ടിയ ഒരു മുറിക്കുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്തിനെ നമുക്ക് ഐശ്വര്യം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന വളരെ അസ്വസ്ഥജാകമായ ഒരു ചോദ്യമാണ് കവി ഇവിടെ ഉന്നയിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉത്സവ കവിത യഥാർത്ഥത്തിൽ അസമത്വത്തെയും പ്രിവിലേജിനെയും കുറിച്ചുള്ള അതിശക്തമായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായി മാറുന്നതെങ്ങനെയെന്ന് കണ്ടെത്തുക എന്നതാണ്. തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേ പരിചിതമായ നൽതറയുടെ നടന്നേൻ മന്ദം മന്ദം. അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പരിചിതമായ തറയിലൂടെ കണി കാണാൻ പോകുമ്പോൾ പെട്ടെന്ന് ഇറുക്കിയടച്ചിരുന്ന കണ്ണുകൾ അറിയാതെ തുറന്നുപോയി. കണ്ണുകളിറുക്കി ഞാനടച്ചിടിലും പെട്ടെന്നെന്തു കഷ്ടമാ നറിയാതവ തുറന്നു പോയി. കണി വെച്ചിരിക്കുന്ന മുറിയിലെത്തുന്നതിനു മുൻപ് ആ കുട്ടിയുടെ കണ്ണുകൾ അറിയാതെ തുറന്നു പോകുന്നു. അവിടെയാണ് കവിതയുടെ സ്വഭാവം മാറുന്നത്. കണ്ണു തുറന്നുപോയത് ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ്. കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജന്നലിനങ്ങേപ്പുറം. മനുഷ്യന്റെ കാഴ്ചപ്പാടിന്റെ മെക്കാനിസത്തെക്കുറിച്ചുള്ളൊരു പഠനമാണിത്. കൃത്രിമമായ ആ വെളിച്ചം കാണുന്നതിനു മുൻപ് കുട്ടി കാണുന്നത് ജനലിനു പുറത്തെ യഥാർത്ഥ ലോകമാണ്. കവി ഇവിടെ ആ വെളിച്ചത്തിന് പുറത്തുള്ള അന്ധകാരത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ലെൻസ് സൂം ചെയ്യുന്നത് പോലെ എന്ന് പറയാം. വളരെ മനോഹരമായൊരു പൂവിന്റെ ചിത്രം നമ്മൾ സൂം ചെയ്ത് കാണുന്നു. എന്നാൽ ലെൻസ് പതുക്കെ പുറകോട്ട് പോകുമ്പോഴാണ് ആ പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് വിഷലിപ്തമായൊരു വലിയ മാലിന്യക്കുമ്പാരത്തിന്റെ നടുവിലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കണി കാണുന്നതിനു മുമ്പേ കണ്ണുകുറന്നതിലൂടെ ആ മാലിന്യക്കുമ്പാരമാണ് കുട്ടി ആദ്യം കാണുന്നത്. വളരെ കൃത്യമായ ഒരു ഉപമയാണത്. വെളിച്ചത്തിന്റെ ഒരു കണിക പോലുമില്ലാതെ കൂരിരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഗ്രാമത്തിലെ ദരിദ്രമായ കൂരകളാണവ. അതായത് പിന്നീട് വരാൻ പോകുന്ന കാഴ്ചയുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ കവി ആദ്യം തന്നെ ഒരു യാഥാർത്ഥ്യത്തിന്റെ അടിത്തറ പാകുകയാണ്. ഈയൊരു പശ്ചാത്തലം സൃഷ്ടിച്ചതിനു ശേഷം കുട്ടി വീണ്ടും കണ്ണടച്ച് കണിക്കു മുന്നിലെത്തുന്നു. വെള്ളിപോൽ വിളങ്ങുന്നോരോട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാമുറികൾ
കമനീയമായൊരു ശില്പം, വെള്ളി പോലെ വിളങ്ങുന്ന ഒരു ഓട്ടുരുളി. അതിൻ്റെ ഉള്ളിലും സമീപത്തുമായി കണിവെള്ളരിക്കയും തേങ്ങാമുറികളും കത്തിച്ച തിരികളും കൊന്നപ്പൂക്കളും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മിയുടെ ആറന്മുളക്കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമച്ചപ്പെന്നു വേണ്ട പലതും. ഐശ്വര്യം നിറഞ്ഞ കണിയൊരുക്കാൻ എൻ്റെ അമ്മയ്ക്കുള്ള കഴിവ് അപാരം. കണ്ണടച്ചു ഞാൻ നീങ്ങി, കൺ തുറന്നു ഞാൻ, കണി കണ്ടു ഞാൻ, കണി കണ്ടു ഞാൻ, പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ, അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു ഞാൻ. കണി കണ്ടു ഞാൻ, പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ, അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു ഞാൻ. അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലൂ, മാർക്കലും തിമിർക്കലും. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. പുറമെ ഇത്രയും ആഘോഷങ്ങൾ നടക്കുമ്പോഴും കവിയുടെ മനസ്സിൽ ഇപ്പോഴും ഇരുട്ടാണ്. സ്വന്തം വീട്ടിൽ ഇത്രയധികം വെളിച്ചവും സന്തോഷവും ഉണ്ടായിട്ടും ഹൃദയത്തിൽ ഇപ്പോഴും കനത്ത ഇരുട്ടാണെന്ന് കവി സമ്മതിക്കുന്നു. ഈ ഒരു മാനസികാവസ്ഥയെ കേവലമൊരു വിഷമം എന്ന് വിളിക്കാൻ കഴിയില്ല. ഇതൊരു പ്രിവിലേജിന്റെ ഭാരം അല്ലെങ്കിൽ കുറ്റബോധമാണ്. താൻ അനുഭവിക്കുന്ന ഈ വെളിച്ചവും സന്തോഷവും വളരെ എക്സ്ക്ലൂസീവായ ഒന്നാണെന്ന തിരിച്ചറിവാണത്. എങ്കിലും കണി കാണും മുമ്പു കൺ തുറന്നിട്ടോ, തിങ്ങിടുമിരുട്ടിലാണെൻ കരളന്നേരത്തും. എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീയുൾ നാട്ടിലെൻ ചങ്ങാതിമാർ തൻ ഗേഹമിപ്പോഴും ഇരുട്ടിൽ കവിതയിലെ ഈ സുഹൃത്തുക്കൾ വെറും അയൽക്കാർ മാത്രമല്ല. അക്കാലത്തെ കേരളത്തിന്റെ കാർഷിക പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ഈ വെളിച്ചവും സമ്പത്തും സൃഷ്ടിക്കാൻ വിയർപ്പൊഴുക്കുന്ന അധ്വാനിക്കുന്ന വർഗത്തിന്റെ പ്രതിനിധികളാണവർ. ഇതോടെ കവിത ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് വലിയൊരു സാമൂഹിക വിമർശനത്തിലേക്ക് കടക്കുകയാണ്. ഐശ്വര്യദേവതയെ നേരിട്ട് സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ക്ലാവേഴും വാൽ കണ്ണാടി ചേർത്തു വച്ചൈശ്വര്യത്തിൻ ദേവതേ, നിന്നെത്തരം താഴ്ത്തുകയല്ലി ഞങ്ങൾ. ഐശ്വര്യദേവതയെ ഒരു ചെറിയ വാൽക്കണ്ണാടിയിലും ഓട്ടുരുളിയിലും മാത്രം ഒതുക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ആ സങ്കല്പത്തെ തന്നെ അവമാനിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ ഐശ്വര്യത്തിന്റെ ഉത്ഭവം? കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വിയർപ്പാകുന്ന സമുദ്രത്തിൽ നിന്നാണ് ഐശ്വര്യം പിറന്നത് എന്ന് കവി പറയുന്നുണ്ട്. നീയുദാരതയുടെ പര്യായം, വിയർപ്പു നീരാഴിയിൽ പിറന്ന് മഴ പോൽ വർഷിക്കുമ്പോൾ. ആ വാക്കുപ്രയോഗം നോക്കൂ. വിയർപ്പ് നീരാഴിയും ഓട്ടുരുളിയും തമ്മിലുള്ള വ്യത്യാസം. ഐശ്വര്യം കുടികൊള്ളുന്നത് കരിമണ്ണിലും കൊയ്ത്തുപാടങ്ങളിലും കർഷകന്റെ കഠിനാധ്വാനത്തിലുമാണ്. അവയൊന്നും ചെറിയ കാര്യങ്ങളല്ല, സമുദ്രം പോലെ പരന്നുകിടക്കുന്നതാണ്. എന്നാൽ സമ്പന്നർ ആ വലിയ ഐശ്വര്യത്തെ കൊയ്തെടുത്ത് തങ്ങളുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലെ പൂജാമുറികളിൽ ചെറിയൊരു ഓട്ടുരുളിയിൽ ബന്ധിച്ചിടുന്നു അല്ലേ? അധ്വാനിക്കുന്നവന്റെ വിയർപ്പിൽ നിന്നുണ്ടായ ഐശ്വര്യത്തെ അവനിൽ നിന്ന് തന്നെ അകറ്റി നിർത്തുന്നു. നീ
കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീയെരിവെയിലിൽ. ഇതിലെ ഏറ്റവും ആകർഷകമായ വസ്തുത എന്തെന്നാൽ സമ്പത്ത് എന്നത് ഒരു ചെറിയ വിഭാഗത്തിന്റെ മാത്രം കുത്തകയാകുമ്പോൾ അത് ഐശ്വര്യമല്ല, മറിച്ച് അസമത്വമാണെന്ന് കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. ചിരിക്കും മൂഢ സ്വപ്നത്തിന്റെ പൂത്തിരിയിങ്കൽ ദരിദ്രർക്കേകും പിച്ചക്കൈ നീട്ട വെള്ളിക്കാശിൽ. മുതിർന്നവർ കുട്ടികൾക്കും വീട്ടിലെ ജോലിക്കാർക്കും പാവപ്പെട്ടവർക്കുമെല്ലാം വിഷു കൈനീട്ടം നൽകുന്നൊരു രീതിയുണ്ട്. ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ഒരു പരിധിവരെ ഈ അസമത്വത്തെ ഇല്ലാതാക്കുന്നില്ലേ? ഇരുട്ടിൽ നിൽക്കുന്നവർക്ക് കുറച്ച് വെളിച്ചം നൽകലല്ലേ ഈ കൈനീട്ടം? ദരിദ്രർക്ക് നൽകുന്ന ചെറിയ വെള്ളിക്കാശിലെ പിച്ച കൈനീട്ടത്തിൽ ദേവതയ്ക്ക് സന്തോഷിക്കാൻ കഴിയുമോ എന്നദ്ദേഹം ചോദിക്കുന്നു. ഓ, അതായത് ഇതൊരു കേവലം ദയയുടെ കാര്യമല്ല, തുല്യതയെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതെ, ഈ പിച്ചക്കൈനീട്ടം ഒരിക്കലും സമത്വത്തിന്റെ ലക്ഷണമല്ല. എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ട സമ്പത്തിനെ ഒരു വിഭാഗം മാത്രം അനധികൃതമായി കയ്യിൽ വയ്ക്കുകയും ബാക്കിയുള്ളവർക്ക് എന്തോ വലിയ ഔദാര്യം പോലെ അതിൽ നിന്ന് ചെറിയൊരു പങ്ക് നൽകുകയും ചെയ്യുന്നതിനെയാണ് ഇവിടെ വിമർശിക്കുന്നത്. അപ്പോൾ ഈ ദാനധർമ്മം എന്നത് സമ്പന്നർക്ക് അവരുടെ കുറ്റബോധം മറയ്ക്കാനുള്ളൊരു ടൂള് മാത്രമാണ്, അല്ലേ? അത് അസമത്വത്തെ ഇല്ലാതാക്കുന്നില്ല, പകരം ആ അസമത്വത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, പുറത്ത് ദാരിദ്ര്യത്താൽ ചുറ്റപ്പെട്ട ഒരു ഐശ്വര്യം യഥാർത്ഥത്തിൽ ഐശ്വര്യമല്ല, അതൊരു മിഥ്യാബോധം മാത്രമാണ്, വളരെ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു മിഥ്യ. അതാണ് ഇതിലെ കാതലായ വിഷയം. യഥാർത്ഥ ഐശ്വര്യം എന്നത് ഒരിക്കലും സ്വകാര്യമായി വെച്ചനുഭവിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെയല്ലാത്തതെല്ലാം കേവലം പൂഴ്ത്തിവെപ്പ് മാത്രമാണ്. കവിതയുടെ അവസാന വരികൾ വലിയൊരു രാഷ്ട്രീയവും സാമൂഹികവുമായ സ്വപ്നമാണ് പങ്കുവയ്ക്കുന്നത്. ചെളിയിൽ വിരിയുന്ന താമരപ്പൂക്കൾ പോലെ ഈ അന്ധകാരത്തിൽ എല്ലാ വീടുകളിലും വിഷുക്കണി നിറയുന്നൊരു കാലത്തിനായി കവി കൊതിക്കുന്നു. എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്ന അന്നപൂർണ എന്ന വാക്ക് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അന്നം നൽകുന്നവളാണ് അന്നപൂർണേശ്വരി. ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ മാത്രം സ്വകാര്യ സ്വത്തല്ല അവൾ. ക്ലാവു പിടിച്ച കണ്ണാടിയിൽ ബന്ധനസ്ഥയായ ഒരു ദേവതയിൽ നിന്ന് അന്ധകാരം നിറഞ്ഞ എല്ലാ വീടുകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന, എല്ലാവർക്കും വെളിച്ചവും അന്നവും നൽകുന്ന ഒരു ദേവതയായത് മാറണം. ആ ചളി അല്ലെങ്കിൽ ആ ചെളിപിടിച്ച യാഥാർത്ഥ്യം മാറേണ്ടതുണ്ട്. ആ മാറ്റം വരുന്നതുവരെ താൻ നിരാശനായിരിക്കില്ല, മറിച്ച് അസംതൃപ്തനായിരിക്കും എന്നാണ് കവി പറയുന്നത്. കണി കാൺമതിൻ മുമ്പേ കൺ തുറന്നിട്ടാവാം ഞാനിനിയാ പുലർക്കാലം വരെയും അസംതൃപ്തൻ. വീണ്ടും കണ്ണടച്ച് പഴയതുപോലെ ആ മിഥ്യാബോധത്തിൽ ജീവിക്കാൻ കവി തയ്യാറല്ല എന്നർത്ഥം. കണ്ണടച്ച് കണി കാണാൻ പോകുന്നതിനു പകരം കണ്ണു തുറന്നു ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ കാണാനാണ് കവി ഇവിടെ ആവശ്യപ്പെടുന്നത്. അതെ, കണ്ണടയ്ക്കുമ്പോഴാണ് ഈ മിഥ്യകൾ നിലനിൽക്കുന്നത്. എന്നാൽ ഒരു വട്ടം കണ്ണ് തുറന്ന് യാഥാർത്ഥ്യം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയതുപോലെ കണ്ണടച്ച് ജീവിക്കാൻ കഴിയില്ല. സമൂഹത്തിലെ എല്ലാവർക്കും തുല്യമായി ഐശ്വര്യം ലഭിക്കുന്ന ആ പുതിയ പുലരി വരുന്നതുവരെ താൻ ഈ വ്യവസ്ഥിതിയോട് അസംതൃപ്തനായി തുടരും എന്ന അതിശക്തമായ പ്രഖ്യാപനമാണ് ഈ അവസാന വരി. വെറുമൊരു ഉത്സവത്തെക്കുറിച്ചുള്ള വർണ്ണനയല്ല വൈലോപ്പിള്ളിയുടെ വിഷുക്കണി,
മറിച്ച് ദാരിദ്ര്യത്താൽ ചുറ്റപ്പെട്ട സമ്പത്ത് എന്നത് ഒരിക്കലും ഐശ്വര്യമല്ല, അതൊരു ചൂഷണമാണെന്ന വലിയ തിരിച്ചറിവാണ്. അതായത് കണ്ണറിയാതെ തുറന്നുപോയതിലൂടെ, വിയർപ്പ് നീരാഴിയും ഓട്ടുരുളിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിയതിലൂടെ ഈ കവിത ആ മിഥ്യാബോധത്തെ പടിപടിയായി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ചുറ്റുമുള്ള മനുഷ്യരുടെ വേദനകൾ കാണാതെ സ്വന്തം വീട്ടിലെ സന്തോഷങ്ങളിൽ മാത്രം മതിമറക്കുന്ന പ്രവണതയ്ക്കെതിരെയുള്ള അതിശക്തമായ ഓർമ്മപ്പെടുത്തലാണിത്. നമ്മൾ ഐശ്വര്യമെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാനം മറ്റാരുടെയൊക്കെയോ അന്ധകാരത്തിലാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഈ കവിത നമ്മെ നിർബന്ധിക്കുന്നു. ആഘോഷങ്ങളെ മറ്റൊരു തലത്തിൽ നോക്കിക്കാണാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. അടുത്തു മകലത്ത്